ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊളാബറേഷൻസിനെ പറ്റിയാണ്. സോ എന്താണ് കൊളാബറേഷൻസ്, എത്ര തരത്തിലെ കൊളാബറേഷൻസ് ഉണ്ട്, നമ്മളവർ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണോ അതോ അവർ നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമോ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. എനിക്കിങ്ങനെ വലുതായിട്ട് വീഡിയോസോ കാര്യങ്ങളൊക്കെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങണമെന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരാളല്ല. അന്ന് വെറുതെ ഇരുന്നപ്പോൾ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് തുടങ്ങി, വീഡിയോസ് ഇടാനുള്ള എന്താണെന്ന് അറിയാനുള്ള കാര്യത്തിൽ 2-3 വീഡിയോസ് ഇട്ട് നോക്കി. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്താണെന്ന് യൂട്യൂബിനെ പറ്റി അറിയാൻ ആഗ്രഹിച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ എനിക്ക് വലുതായിട്ട് ഞാൻ ഈ ഒരു യൂട്യൂബിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ ഞാൻ നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഞാനങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ ഞാൻ കാണുന്നത് കൊളാബറേഷൻസിനെ പറ്റി. സോ അതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് കൊളാബറേഷനെ പറ്റി അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സെർച്ച് ചെയ്തു, അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടി. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊഡക്ട്സ് കിട്ടി. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി പറയുവാണ്, അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കൊളാബറേഷൻ എന്താണെന്ന് പറയാം. ഒരു പ്രൊഡക്റ്റ് കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബ്രാൻഡുകൾ ഒരു പ്രൊഡക്റ്റിനെ, ഒരു പുതിയൊരു പ്രൊഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ സർവീസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ഇതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ യൂട്യൂബിലെ പ്രൊഡക്റ്റ് കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്രൊഡക്റ്റിനെ ഒരു യൂട്യൂബർ ഒരു വീഡിയോയിലൂടെ അവരുടെ ഓഡിയൻസിന് ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ളത് എത്തിക്കുന്നു. ആ ഒരു സംഭവത്തിനാണ് നമ്മൾ യൂട്യൂബിൽ പ്രൊഡക്റ്റ് കൊളാബറേഷൻ എന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് കൊളാബറേഷൻ, പ്രൊഡക്റ്റ് കൊളാബറേഷൻ, അതുപോലെ ഈ കൊളാബറേഷൻസ് ഓൺ യൂട്യൂബ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി എത്ര തരത്തിലുള്ള കൊളാബറേഷൻസ് ഉണ്ടെന്ന് നോക്കാം. 3 തരത്തിലുള്ള കൊളാബറേഷൻസ് ഉണ്ട് എന്ന് പറയുന്നത്. പെയ്ഡ് കൊളാബറേഷൻസ് ഉണ്ട്, അതുപോലെ ബാർട്ടർ കൊളാബറേഷൻസ് ഉണ്ട്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊളാബറേഷനും ഉണ്ട്. സോ ഇതിൽ മെയിൻലി ആൾക്കാർ എടുക്കുന്ന കൊളാബറേഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെയ്ഡ് കൊളാബറേഷൻ ആണ്. സോ പെയ്ഡ് കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് പൈസയും തരും, പ്രൊഡക്റ്റ് തന്നിട്ട് നമ്മൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിനാണ്. സോ അടുത്തെന്ന് വെച്ചാൽ ബാർട്ടർ കൊളാബറേഷൻ. ഇതാണ് പുതിയതായിട്ട് തുടങ്ങിയ യൂട്യൂബേഴ്സ്, കുറവ് സബ്സ്ക്രൈബ് ഉള്ളവർ കൂടുതലും പേരും ചെയ്യുന്ന ഒരു കൊളാബറേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് അയച്ചു തരും, നമ്മൾ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഇടണം. എന്നാലും കൂടുതലും പേര് ചൂസ് ചെയ്യുന്ന കൊളാബറേഷൻ ഇതാണ്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കൊളാബറേഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള ആപ്പിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് വാങ്ങുന്നു. വാങ്ങിക്കഴിഞ്ഞ് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ റിവ്യൂ ഇട്ടതിന് ശേഷം ആ ഒരു സ്ക്രീൻഷോട്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് തിരിച്ചു തരും. അപ്പോൾ കൂടുതലും പേര് ഇത് ചെയ്യാറില്ല. അപ്പോൾ മൂന്നും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് നല്ലതായിട്ടുള്ള കൊളാബറേഷൻ എന്ന് പറയുന്നത് ബാർട്ടർ കൊളാബറേഷൻ ആണ്. ഞാൻ ഈ പറഞ്ഞ തേർഡ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് കൊളാബറേഷൻ, അതെന്താ കൂടുതലും പേര് ചൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് പൈസ കൊടുത്ത് വാങ്ങി, അതിനുശേഷം നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൈസ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ആ പൈസയും പോകും, പിന്നെ ആ പ്രൊഡക്റ്റ് നമുക്ക് ഹെൽപ്ഫുൾ അല്ലെങ്കിൽ അതും ഒരു പ്രോബ്ലം ആകും. അപ്പോൾ അതുകൊണ്ട് കൂടുതലും പേര് അത് ചൂസ് ചെയ്യാറില്ല. ഇനി മിക്കവർക്കുള്ളൊരു ഡൗട്ടാണ്, എങ്ങനെ കൊളാബറേഷൻ കിട്ടും, ഹൗ ടു ഗെറ്റ് കൊളാബറേഷൻ. സോ എങ്ങനെ ഒരു കൊളാബറേഷൻ കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം വിചാരിച്ചത് ഇങ്ങോട്ട് അവർ വന്ന് അപ്രോച്ച് ചെയ്യും അങ്ങനെയാണെന്നാണ്. പക്ഷെ അങ്ങനെയുണ്ട്, ബട്ട് കൂടുതലും നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം. ഒരു പുതിയ യൂട്യൂബേഴ്സ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കൂടുതലും നമ്മൾ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊളാബറേഷൻസ് കിട്ടും, കുറച്ച് ആപ്സിലൂടെ നമുക്ക് കൊളാബറേഷൻ കിട്ടും. അപ്പോൾ ആ ആപ്പൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു കൊളാബറേഷൻ കിട്ടാൻ വേണ്ടി അവർ അപ്രോച്ച് ചെയ്യാം, അപ്പോൾ നമ്മുടെ പേരും ഡീറ്റെയിൽസ് അതെങ്ങനെ കൊടുക്കണമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒരുപാട് കൊളാബറേഷൻസ് കിട്ടുന്ന ഒരു പേജ്, ഒരു വാട്സപ്പ് ചാനൽ, അതുപോലെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ബഡ്ഡിങ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ഈ ഒരു പേജാണ്. സോ ഞാനിപ്പോൾ യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ കണ്ടെന്നാണല്ലോ, അവർക്ക് ഒരുപാട് കൊളാബറേഷൻസ് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലിൽ ഡെയിലി ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏത് കണ്ടൻറ്റ് ചെയ്യുന്നവരാണ്,
അത് നോക്കിയിട്ട് ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കൊളാബറേഷൻസിന് വേണ്ടി അവരോട് ഇത് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങളിപ്പോൾ ഫിറ്റ്നസ് ആണെങ്കിൽ അത് ഏത് രീതിയിലുള്ളതാണെന്നുള്ളത് ആ ഒരു കൊളാബറേഷൻസ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ എന്ന് പറയുന്നത് നമ്മളൊരു തേർഡ് പാർട്ടി വഴിയാണ് നമ്മൾ ഈ ഒരു കൊളാബറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബ്രാൻഡുമായിട്ട് ഡയറക്റ്റ് കൊളാബറേഷൻസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ഒരു ഫോർമാറ്റ് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുടെ ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടാവും. സോ ആ ഒരു മെയിൽ IDയിലേക്ക് നിങ്ങൾ ഇതുപോലെ ഫോർമാറ്റിൽ മെസ്സേജ് വിടുക. പുതിയ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ഒരു 1K വ്യൂസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് കൊളാബറേഷൻസ് ഒക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ കൂടുതലും നമുക്ക് ഇങ്ങോട്ട് വരുന്ന കൊളാബറേഷൻസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു പുതിയ യൂട്യൂബർ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള കൊളാബറേഷൻസും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള കൊളാബറേഷൻസ്, അതുപോലെ ഫേക്ക് ആയിട്ടുള്ള കൊളാബറേഷൻസും ഇതുപോലെ നമ്മുടെ മെയിൽ IDയിലേക്കായിരിക്കും വരുന്നത്. സോ നമ്മൾ അതിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി. കാരണം അല്ലാതെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫേക്ക് കൊളാബറേഷൻ ആണെങ്കിൽ നമ്മളെ ചാനൽ തന്നെ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു രീതിയിൽ. ഇപ്പം ഞാനും കുറച്ച് ഇൻസ്റ്റയിലെ പേജിൽ അങ്ങോട്ട് കൊളാബറേഷൻസിന് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൊളാബറേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള കൊളാബറേഷൻസ് ആണെങ്കിൽ നമുക്ക് ഇത് തേർഡ് പാർട്ടി വഴിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഇൻസ്റ്റാ പേജസ് ഉണ്ട്. സോ അതൊക്കെയെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം അതിനെ പറ്റിയുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്തിരിയെങ്കിലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് എവരി വൺ ഫോർ വാച്ചിങ് മൈ വീഡിയോ.